രക്ഷയും പാവനാത്മാവിൻ സഹവാസവും നമ്മോടൊത്തെന്നും ഉണ്ടായിടട്ടെ. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് യേശു രക്ഷിക്കുന്ന ദൈവമാണ്. യേശു രക്ഷിക്കുന്ന ദൈവമാണ്. നമ്മൾ തുടർന്ന് കാണും എന്തുകൊണ്ടാണ് യേശു നമ്മെ രക്ഷിക്കുന്നത്. യേശു നമ്മെ രക്ഷിക്കാൻ തൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇന്ന് ചിന്തിക്കും. അപ്പം അതുകൊണ്ട് റോമാലേഖനത്തിൽ 10-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചു വരുന്ന ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നമുക്ക് ഈ വചനം വലതുകരം ഉയർത്തി നമുക്കൊന്ന് പറയാം. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇന്ന് യേശു നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കണം. മരിച്ചു വരുന്ന ഉത്ഥാനം ചെയ്ത യേശു ക്രിസ്തു ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട് എന്ന് ഒരു വ്യക്തി വിശ്വസിക്കാൻ തയ്യാറായാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ തുടങ്ങും. എത്ര പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാൽ അത് ക്രിസ്ത്യാനി എന്നോ കത്തോലിക്കനെന്നോ നോക്കിയിട്ടല്ല കർത്താവ് ഇടപെടുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തി വിശ്വസിക്കാൻ വന്നാലും യേശു അവൻ്റെ ജീവിതത്തിൽ ഇന്നും ജീവിക്കുന്ന, മരണത്തെ പരാജയപ്പെടുത്തി ഇന്നും ജീവിക്കുന്ന യേശുവാണ് എന്ന് ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തി വിശ്വസിച്ചാലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം പറയാം. നെഹമ്യാ മിഷൻ ശുശ്രൂഷയുടെ ഒരു ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ ഉച്ചയ്ക്ക് പരിശുദ്ധ കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ കഞ്ഞി കുടിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് സങ്കീർത്തി കുർബാന കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആൾക്കാർ പ്രാർത്ഥിക്കാൻ കയറി വരും. അങ്ങനെ പ്രാർത്ഥിക്കാൻ കയറി വന്ന കൂട്ടത്തിൽ 2 പേര് വന്നു, ഒരമ്മയും മരുമകളും. വളരെ സങ്കടപ്പെട്ട് വളരെ വേദനിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കിയാണ് ഈ കുടുംബം കടന്നു വരുന്നത്. ഈ അമ്മ പറഞ്ഞു, ഈ മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ മരുമകൾ ഹിജാബ് ധരിച്ച പോലെയാണ്, കണ്ണ് മാത്രം കാണാം. ഹിജാബ് ധരിച്ച പോലെ, വേറെ മുഖമെല്ലാം മൂടി, കണ്ണ് മാത്രം കാണാം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു ഇവളുടെ തലയിൽ ഒറ്റ തലമുടി പോലും ഇല്ലെന്ന് പറഞ്ഞു. ഇവൾക്ക് 26 വയസ്സേ ഉള്ളൂ. 2ാമത്തെ കുഞ്ഞ് ഉണ്ടായി 3 മാസമായിട്ടുള്ളൂ. ഭർത്താവിനിപ്പോൾ സ്നേഹമില്ലെന്നായി. ഏതാണ്ട് ഒരു 1.5 വർഷമായി തലമുടി മുഴുവൻ പൊഴിഞ്ഞു പോയി. അങ്ങനെ പാലക്കാട് മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റ് നടത്തി. അവസാനം ഡോക്ടർ പറഞ്ഞു, 1 വർഷം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിക്കോളാൻ പറഞ്ഞു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി നീ ട്രീറ്റ്മെൻറ്റ് നടത്തി, ഇത് ഫംഗസ് രോഗമാണ്, ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല, മെഡിക്കൽ കോളേജിലുണ്ട് തൃശ്ശൂരെന്ന് പറഞ്ഞു. അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് റെഫർ ചെയ്ത് ഒരു 6 മാസം ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മരുന്നും ഫലിക്കില്ല, ഇങ്ങോട്ട് വരണ്ട, ഇതിന് പ്രത്യേകിച്ച് ചികിത്സകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനോടകം വളരെയധികം ചികിത്സകൾ നടത്തി ഇതുമായി ബന്ധപ്പെട്ട് നിരാശയായ ആ ഒരു പെൺകുട്ടി. അതുമാത്രമല്ല, ഇവളുടെ ഭർത്താവ് ഇവൾ മൊട്ടത്തലയായി കഴിഞ്ഞപ്പോൾ, കംപ്ലീറ്റ് തലമുടി പോയി കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഇവളോട് സ്നേഹമില്ലെന്നായി. ഏതാണ്ടൊരു കുടുംബം ഡൈവോഴ്സിൻ്റെ വക്കീലെത്തുന്ന ഒരവസ്ഥ. കൈക്കുഞ്ഞുണ്ട്, 3 മാസം പ്രായമുള്ളതാണെങ്കിൽ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ഭർത്താവ് ഇവരൊരു ചായക്കട നടത്തി ജീവിക്കുന്ന കുടുംബമാണ്. ഭർത്താവ് രാവിലെ ലോഡിങ് പരിപാടിയായിട്ട് പോകും, അവൻ തിരിച്ചു വരില്ല. വളരെ ലേറ്റായിട്ട് വന്നാൽ തന്നെ വരുള്ളൂ. ഇവളുമായിട്ട് യാതൊരു ബന്ധമില്ല. വന്നാൽ തന്നെ വീട്ടിൽ നിന്ന് ഇവൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം പോലും കഴിക്കില്ല. പുറത്തുനിന്ന് അവൻ ഭക്ഷണം കഴിക്കും. ഇവളോട് ഒരു സ്നേഹമില്ലെന്നായി. ഒരു ഡൈവോഴ്സിൻ്റെ വക്കീലെത്തി നിൽക്കുകയാണ്.
അപ്പം അങ്ങനെ നിരാശപ്പെട്ട് ഡൈവോഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന സമയത്ത് ഈ ചായക്കടക്കാരൻ്റെ അടുത്തുള്ള ഒരു കത്തോലിക്കനായ ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഈ ആദ്യപള്ളി ശുശ്രൂഷയിൽ പോയി പങ്കെടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഒരു ബ്ലെസ്സിങ് മേടിച്ച് അവിടുന്ന് വെഞ്ചിരിച്ചൊരു ഒരു ബോട്ടിൽ എണ്ണ തരും, അത് കൊണ്ടുപോകണം, അത് കൊണ്ട് വന്നാൽ മതി, നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും എന്ന് നീ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, യേശുവിൽ വിശ്വസിക്കുക, യേശു നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. അങ്ങനെ യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ, നിങ്ങൾ തയ്യാറായാൽ മുട്ടുകുത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ മുട്ടുകുത്തി. അങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, തലയിൽ ഒറ്റ തലമുടി ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ കണ്ണ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഷാളൊന്ന് മാറ്റാമോ എന്ന് ചോദിച്ചു. ഷാള് മാറ്റിയപ്പോൾ ഒറ്റ രോമം പോലും ഇല്ല തലമുടിയിൽ, ഒറ്റ ഓർമ്മ, സിംഗിൾ, നോട്ട് എ സിംഗിൾ ഹെയർ. ഇവിടെ നിലവിളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പള്ളിയിലിരുന്നവരും പരിസരത്തുണ്ടായിരുന്ന മുഴുവനും ഇവിടെ നിലവിളി കേൾക്കുകയാണ്. അത്രമാത്രം ഒച്ചത്തിൽ നിലവിളിച്ച് നമുക്ക് കണ്ട സങ്കടം തോന്നും, നമുക്ക് വേദന തോന്നും. അതുപോലെയുള്ള നിലവിളി അവിടെ നിന്നുണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ യേശുവിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാം. യേശു ഈ കാര്യത്തിൽ ഇടപെടും, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ തലമുടി തന്ന് നിൻ്റെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഞാൻ ഈ കുരിശു വെച്ച് ആശീർവദിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഉടനെ പോകരുത്, ഇത് കഴിയുമ്പോൾ ആരാധനയുണ്ട്, ആരാധന കഴിഞ്ഞ് കുരിശു വെച്ച് ബ്ലെസ്സിങ് ഉണ്ട്, അതും കഴിഞ്ഞ് പോകണം. പോകാൻ നേരത്ത് വെഞ്ചിരിച്ച് എണ്ണ എടുത്തുകൊണ്ട് പോകണം. അത് അങ്ങനെ 1 മാസം തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, തലയിൽ പൂശി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഈ അക്രൈസ്തവമായ വിജാതീയ മക്കൾ വന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ യേശു കേൾക്കും. നമ്മൾ പ്രാർത്ഥിച്ചാലും കേൾക്കും. പക്ഷെ നമ്മളെക്കാൾ സ്ട്രോങ് വിശ്വാസം അവർക്കുണ്ടാവും. ഇതൊരു ജീവൽ പ്രശ്നമാണ്. കാരണം കുടുംബം ഡൈവോഴ്സിലേക്ക് പോവുക. പിറ്റേ മാസം ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ ഞാനിങ്ങനെ പള്ളിയുടെ ഫ്രണ്ട് പോർട്ടിക്കോയിൽ നിൽക്കുകയാണ്. പോർട്ടിക്കോയിൽ നിൽക്കുമ്പോൾ ഈ കുടുംബം നേരത്തെ തന്നെ എത്തി. 9:30 ആരംഭിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ജസ്റ്റ് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ എത്തി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഷാള് പണ്ടത്തേക്കാളും മൂടി പുതച്ചാണ് വരുന്നത്. നേരത്തെ കണ്ണയിൽ കാണാം, ഇതിങ്ങനെ മൂടി പുതച്ച് അതേപടി വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒന്നും സംഭവിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ കൊന്ത തുടങ്ങിയതേ ഉള്ളൂ. ജപമാല ആരംഭിച്ചപ്പോൾ തന്നെ ഇവർ വരിക. പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അടുത്ത് വന്ന അച്ഛനല്ലേ ഇങ്ങനെ പറഞ്ഞത്, ഒറ്റ തലമുടി പോലും കിളുത്തില്ല എന്ന് പറയാൻ വേണ്ടി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അതേപോലെ വന്നേക്കാണ്. ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നും വരാന്തയിൽ കൂടി സങ്കീർത്തി പോയിരുന്നു. കാരണം എൻ്റെ വീഡിയോ കളയരുത്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ശുശ്രൂഷ നടക്കുന്നതിന് മുമ്പ് തന്നെ വന്നിട്ട് പറയുകയാണ്, അച്ഛൻ പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് നെഗറ്റീവായിട്ട് പറയുമ്പോണ്ടല്ലോ നമുക്കും തന്നെ ഒരു നെഗറ്റീവായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് വരാന്തയിൽ കൂടി വന്ന് സങ്കീർത്തി കയറിയിരുന്നു. ഇവരവിടെ ഇത് നോക്കി അച്ഛനെ ഇങ്ങനെ എത്തി വെച്ച് നോക്കും. വരുമ്പോൾ കാണുന്നുണ്ട്, പക്ഷേ ഞാൻ സ്ഥലം വിട്ടു. സങ്കീർത്തി കയറിയിരിക്കുകയാണ്, വാതിലടച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഇന്നൊരു കരുണയുടെ ഒരു പ്രവാഹം ഈ കുടുംബത്തിന് മേൽ വർഷിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നറിയാമോ, 12 മണിക്ക് വിശുദ്ധ കുർബാനയാണ്. കുർബാന ഞാൻ അർപ്പിക്കാൻ കയറി നിൽക്കുമ്പോൾ നേരെ ഫ്രണ്ടിൽ ഈ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിൽ കയറി ഈ അമ്മയമ്മളെ നിൽക്കുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ, പറഞ്ഞിട്ടൊന്നും ഫലിച്ചിട്ടില്ല, എങ്ങാനും ഫലിച്ചില്ലെങ്കിൽ ഇറങ്ങി വന്നാൽ ചോദിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? കണ്ടോണം, അച്ഛൻ പറഞ്ഞിട്ടൊന്നും സംഭവിച്ചില്ല എന്ന്. എനിക്കൊരു കാര്യം മനസ്സിലായി, കുർബാന കഴിയുമ്പോൾ സങ്കീർത്തി വരും, അതിന് മറുപടി ഞാൻ പറഞ്ഞേ പറ്റൂ. അപ്പോൾ കുർബാനയുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, യേശുവേ, സിമ്പിളായിട്ട് പറയാം, മുടി അവളുടെ മുടി കിളിപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അവളുടെ മുടി കിളിപ്പിച്ചു കൊടുക്കണം. ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കുർബാനയുടെ ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുർബാന കഴിഞ്ഞ് സങ്കീർത്തി വന്നു. ഈ അമ്മയും മകളും കൂടി ഓടി വന്നിട്ട് നിലവിളിയോടെ അങ്ങോട്ട് തുടങ്ങി, 2 പേരോടെ നിലവിളിയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ലേ? ഇവർ പറയാം, ഒന്നും സംഭവിച്ചില്ല. ഷാള് മാറ്റിയവർ ഒരു സിംഗിളായിട്ടെങ്കിലും ഒന്ന് മുളച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. ഒന്നും സംഭവിച്ചില്ല. ഞാൻ പറഞ്ഞു, ശരി നിങ്ങൾ അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ 1 മാസം ഈ തൈലം കൊണ്ടുപോയി പൂശി പ്രാർത്ഥിച്ചോ? അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ 3 ബോട്ടിലേ കൊണ്ടുപോയുള്ളൂ, ചെറിയ 3 ബോട്ടിൽ. ഞാൻ പറഞ്ഞു, നിങ്ങളോട് 1 മാസം ഇത് പൂശി പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞു വിട്ടേന്ന് ചോദിച്ചു. ഹല്ലേലൂയ. 1 മാസം പൂശി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് 3 ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ച് തൈലം പൂശിയാൽ ശരിയാകില്ല, 1 മാസം തന്നെ വേണം. ഹല്ലേലൂയ. സത്യത്തിൽ നമുക്കൊരു തുരുപ്പിച്ച് കിട്ടി. ഹല്ലേലൂയ.
ഒരു തുരുപ്പീട്ട് കിട്ടി. ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ച് മുട്ടുകുത്താൻ പറഞ്ഞു. യേശുവിൽ വിശ്വസിച്ച് മുട്ടുകുത്ത അണ്ട് ഈ വചനം പറഞ്ഞു കൊടുത്തു. റോമ 10:9 പറഞ്ഞു, യേശു കർത്താവെന്ന് ആദരം കൊണ്ട് ഏറ്റു പറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കണം, യേശു മരിച്ചു ഉത്ഥാനം ചെയ്ത് എന്നും ജീവിക്കുന്നത് വിശ്വസിക്കുന്നു പറഞ്ഞു. ഈ വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ച് വീണ്ടും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ 31 ദിവസത്തേക്ക് 30 ദിവസമുള്ള ആ മാസം എങ്കിലും 31 കുപ്പിയായിട്ട് പോക്കണം. ചെറിയ ബോട്ടിലാണ്, അത് കൊണ്ടുപോകണം. എല്ലാ ദിവസവും നിങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം, യേശുവിൻ്റെ നാമത്തിൽ കുരിശ് വരയ്ക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പോകാൻ നേരത്തെ ആശീർവാദം കൊടുക്കാൻ വേണ്ടി ഇതെല്ലാം പറഞ്ഞു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സിമ്പിളായിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അത് കേൾക്കും, എൻ്റെ ഈശോയെ അവളുടെ ഈ മുടിയൊന്ന് കിളിപ്പിച്ചു കൊടുക്കണേ, എൻ്റെ ഈശോയെ അവളുടെ മുടിയൊന്ന് കിളിപ്പിച്ചു കൊടുക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. ദൈവവചനം ഒന്നും ഉപയോഗിച്ചില്ല. നേരെ ഇങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ മാസം എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇവർ നേരത്തെ വന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ കുർബാനയ്ക്ക് നേരത്തെ വന്നില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ഒന്നും കിളുത്ത് കാണില്ലായിരിക്കും, അതായിരിക്കും നിരാശപ്പെട്ട് വരാത്തതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഇവരെ കാണുന്നില്ല. 12 മണിക്ക് കുർബാനയ്ക്ക് കയറുന്നോടം വരെ ഇവർ എത്തിയിട്ടില്ല, ഈ വചന ശുശ്രൂഷ വന്നിട്ടില്ല. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പിച്ചു, ഇവർക്കൊന്നും സംഭവിച്ചില്ലേ? കർത്താവ് അങ്ങനെ ചെയ്യുമോ? നമ്മൾ സിമ്പിളായിട്ട് എളിമയോടെ പ്രാർത്ഥിക്കുക, കർത്താവേ ഇതൊന്ന് കിളിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒന്നും ചെയ്തില്ലേ? അങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്തുതി പറഞ്ഞുകൊണ്ട് അന്നാ പെസഹ പാടുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഇവർ ഓടി വന്ന് മെയിൻ ഡോറിൽ കൂടി വന്ന് മെയിൻ ഗേറ്റ് കടന്ന് പള്ളിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവളുടെ ഷാൾ എവിടെയാണ് കടന്നതെന്നറിയാവോ? തോളെ ചുറ്റി കയറി വരികയാണ്. തോളയിൽ ചുറ്റി കയറി വരുന്ന കണ്ടു, ദൂരേന്ന് കണ്ടു. ഈ തലയിൽ തലമുടി വരുന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റി. തലയിൽ നിറച്ച് തലമുടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കർത്താവ് ജീവിക്കുന്ന ദൈവമാണ് എന്ന് വെളിപ്പെടുത്തി. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ കുർബാനയിൽ ഭയങ്കര സന്തോഷത്തിൽ, കാരണം യേശു കർത്താവാണ് എന്ന് വിജാതീയ സ്ത്രീയുടെ ജീവിതത്തിൽ ഇത് വെളിപ്പെടുത്തി കൊടുക്കാൻ തക്ക വിധത്തിൽ കർത്താവ് കരുണ കാണിച്ചു ശുശ്രൂഷയിലൂടെ. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ കുർബാന കഴിഞ്ഞ് സങ്കീർത്തി എത്തിയപ്പോഴത്തേക്കും ഇവർ വളരെ സന്തോഷത്തോടുകൂടി ഷാളെല്ലാം കഴുത്തെ ചുറ്റി കയറി വന്നു. അപ്പോൾ ഇവരെന്നോട് പറയുകയാണ്, അച്ഛാ നേരത്തെ ഈ പൊക്കത്തിൽ കൂടി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം നെറ്റിയെന്ന് ഇറങ്ങി വരെ കുറ്റി തലകൂടി വന്നു പറഞ്ഞു. ഏതാണ്ട് 1/2 ഇഞ്ച് ഹൈറ്റിൽ വന്നു. അപ്പോൾ ഞാൻ തൊട്ട് നോക്കി, നല്ല സ്ട്രോങ് സാധനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം സ്നേഹമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശു രക്ഷിക്കുന്ന ദൈവമാണ്. യേശു രക്ഷിക്കുന്ന ദൈവമാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും കർത്താവ് ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 7:25 ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശുവിന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ പിതാവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയാം. അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിൽ 7:26 വീണ്ടും പറയുകയാണ്, യേശു ആരാന്ന് പറയുക? പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിൻ്റെ മേൽ ഉയർത്തപ്പെട്ടുവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം യേശു ആരാന്ന് പറയാ? പരിശുദ്ധൻ, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അതുപോലെ തന്നെ ദോഷരഹിതൻ, നിഷ്കളങ്കൻ, വേർതിരിക്കപ്പെട്ടവൻ, സ്വർഗത്തിൻ്റെ മേൽ ഉയർത്തപ്പെട്ടവൻ. അങ്ങനെ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ആവശ്യമാണ്. ആ പ്രധാന പുരോഹിതൻ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. സ്നേഹമുള്ളവർ, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ സിമ്പിളായിട്ടൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ യേശു നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യേശു നമ്മെ രക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള ഒറ്റ ഉത്തരം എന്താണെന്നറിയാമോ? യേശുവിൻ്റെ കുരിശുമരണം. യേശുവിൻ്റെ കുരിശുമരണമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ തക്ക വിധത്തിൽ യേശുവിനെ ഉയർത്തിയതും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ധ്യാനിക്കണം.
യേശുവിൻ്റെ സഹനങ്ങളായിരുന്നു നമ്മൾക്ക് ഇന്ന് ഉത്തരം നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് ഉത്തരം നൽകുന്നത്, നമ്മെ രക്ഷിക്കുന്നതിന് കാരണം യേശുവിൻ്റെ കുരിശുമരണമാണ്. ഇതിനെക്കുറിച്ച് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ആഴങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. എല്ലാവർക്കും അത്ഭുതങ്ങൾ മതി, അടയാളങ്ങൾ മതി, രോഗശാന്തികൾ മതി. പക്ഷേ ഇത് നൽകാൻ യേശു എത്രമാത്രം സഹിച്ചു, യേശു എത്രമാത്രം പീഡനങ്ങളേറ്റു, യേശു എത്രമാത്രം നിന്ദിക്കപ്പെട്ടു, യേശു എത്രമാത്രം തിരസ്കരിക്കപ്പെട്ടവനായി മാറി എന്ന് നമ്മൾ ചിന്തിക്കണം. യേശയ്യായുടെ പുസ്തകത്തിൽ 53-ാമത്തെ അധ്യായത്തിൽ 2ഉം 3ഉം തിരുലിഖിതങ്ങളിൽ നമ്മൾ കാണുകയാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമവും പ്രവചനങ്ങളും അതുപോലെ തന്നെ പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു വരും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ന്റെ 2ഉം 3ഉം വചനത്തിൽ ഇങ്ങനെ വചനം പഠിപ്പിക്കുകയാണ്: ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. സ്നേഹമുള്ളവരെ, സർത്താർഹമായ രൂപഭംഗി യേശുവിനില്ലായിരുന്നു. സർത്താർഹമായ രൂപഭംഗി നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ നിനക്ക് രൂപഭംഗി നൽകാൻ വേണ്ടി യേശു വിരൂപനായി തീർന്നു. അതുകൊണ്ടല്ലേ ഈ രേഖ എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ തലമുടി മുഴുവൻ നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് പോയി കൂപ്പുകുത്തി അവളുടെ ജീവിതം ഡൈവോഴ്സിലൂടെ തകർന്നു പോകേണ്ട സമയത്ത് കർത്താവ് അവളുടെ ജീവിതത്തിൽ മുടി കിളിപ്പിച്ചു കൊടുത്ത് അവളെ രക്ഷയിലേക്ക് നയിച്ചുവെങ്കിൽ അതിന് കാരണം സർത്താർഹമായ രൂപഭംഗി യേശുവിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. യേശുവിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. ആകർഷകമായത് ഒന്നും യേശുവിൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ വന്നപ്പോൾ, നിന്റെ ജീവിതത്തിൽ ആകർഷകമായത് നഷ്ടപ്പെടുമ്പോൾ അത് നൽകാൻ വേണ്ടിയാണ് എന്ന് യേശുവിൻ്റെ കുരിശുമരണം വെളിപ്പെടുത്തി തരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി. അതുകൊണ്ട് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാമത്തെ അധ്യായത്തിൽ 4ഉം 5ഉം തിരുലിഖിതത്തിൽ ദൈവത്തിന് വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കുരിശുമരണം യേശു ഏറ്റെടുക്കുന്ന നാളുകളിൽ സകലരും വിശ്വസിച്ചത് അവൻ ശപിക്കപ്പെട്ടവനാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്, അവന് അതുകൊണ്ടാണ് ഈ കുരിശുമരണത്തിന് അർഹനാണ്, അതുകൊണ്ട് ഈ പീഡനങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിൽ ലഭിച്ചു എന്ന് സകലരും വിശ്വസിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ള യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 52-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: 14 മുതൽ വചനത്തിൽ അവനെ കണ്ടവർ അമ്പരന്നുപോയി. കുരിശിൽ വിരൂപനാക്കപ്പെട്ട് കിടക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ അവർ അമ്പരന്നുപോയി. മനുഷ്യരെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായി തീർന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ രൂപം മനുഷ്യൻ്റേതല്ലാത്ത വിധത്തിൽ വിരൂപമാക്കപ്പെട്ടു എന്ന് പറയുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മെ രക്ഷിക്കാൻ വേണ്ടി യേശു എത്രമാത്രം തൻ്റെ ശരീരത്തെ വിരൂപമാക്കാൻ, ശിക്ഷിക്കപ്പെടാൻ, തകർക്കപ്പെടാൻ, മുറിവേൽപ്പിക്കപ്പെടാൻ യേശു വിട്ടുകൊടുത്തു എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇന്ന് കുരിശിൽ നോക്കുമ്പോൾ 5 മുറിവുകൾ കാണാം. അതിനപ്പുറത്തല്ലെങ്കിൽ വേറെ മുറിവുകളൊന്നും കാണുന്നില്ല. പക്ഷേ ഇതിനപ്പുറം മുറിവുകൾ യേശുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഉത്ഥാനം ചെയ്ത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ 5 മുറിപ്പാടുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ യേശു അനേകം മുറിപ്പാടുകൾ തൻ്റെ ശരീരത്തിൽ വഹിച്ചു എന്ന് സകല വിശുദ്ധർക്ക്, അനേകം വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അനേകം വിശുദ്ധർ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ യേശു അത് വെളിപ്പെടുത്തി കൊടുത്തത് നമ്മൾ കാണും. എത്രമാത്രം പീഡനങ്ങൾ സഹിച്ചാണ് യേശു കുരിശിൽ മരിച്ചത്. തുടർന്ന് വചനം പറയുന്നുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ന്റെ 4 മുതൽ വചനത്തിൽ പറയുന്ന ഇങ്ങനെയാണ്: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവെ ആരാധന. സ്നേഹമുള്ളവരെ, യേശു ഏറ്റെടുത്ത ക്ഷതങ്ങൾ നമുക്ക് സൗഖ്യമായി മാറി എന്നുള്ളതാണ്. യേശുവിൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത മുറിവുകൾ, പീഡനങ്ങൾ, ക്ഷതങ്ങൾ നമുക്ക് സൗഖ്യമായി മാറുകയാണ്.
അതുകൊണ്ടാണ് നമ്മൾ വചനം പറയുന്നുണ്ട്, യേശയ്യ 53:5 പറയുന്നില്ലേ, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന് വചനം പറയുമ്പോൾ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കുന്നുണ്ടായെങ്കിൽ അതിന് കാരണം യേശുവിൻ്റെ ഈ പീഡാസഹനമാണ്. പീഡാസഹനം മാറ്റിവെച്ചിട്ട് ഒരു രക്ഷയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. യേശു രക്ഷകനായി മാറിയത് കുരിശിൽ നമുക്ക് വേണ്ടി ക്ഷതങ്ങൾ ഏറ്റെടുത്താണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സംഭവമുണ്ട്. ഈ കൊറോണ കാലഘട്ടത്തിൽ ആരംഭിച്ച നാൾ കഴിഞ്ഞ് വണ്ടിയെല്ലാം ഓടാൻ തുടങ്ങിയ സമയത്ത് ആലപ്പുഴയിൽ നിന്ന് ഒരു സഹോദരൻ, ലൂയിസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു അപ്പോയിൻറ്റ്മെൻ്റ് എടുക്കുക. അവൻ പറഞ്ഞു, എനിക്ക് ഒരു പ്രാർത്ഥന വളരെ ആവശ്യമുണ്ട്, എനിക്ക് വലിയൊരു രോഗമുണ്ട് എന്ന് ഫോൺ വിളിച്ചു. എന്താണെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ ചെറുപ്പക്കാരൻ 2 ഫാക്ടറി ഓണറാണവൻ. 2 ഫാക്ടറി നന്നായിട്ട് നടക്കുന്ന 2 ഫാക്ടറിയുടെ ഓണറാണ്. ഇവൻ ഉച്ച കഴിഞ്ഞ സമയത്ത് ഒരു 3:30 സമയത്ത് 10-35 വയസ്സേ ഉള്ളൂ. ഇവൻ വന്നു കഴിഞ്ഞ് നല്ല മാങ്ങാപ്പഴത്തിൻ്റെ കാലമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാങ്ങാപ്പഴം ജ്യൂസ് ഉണ്ട്, വേണേൽ കുടിച്ചോളാൻ പറഞ്ഞു. വേണ്ട അച്ഛാ. ഞാൻ പറഞ്ഞു, നാരങ്ങാവെള്ളം ഇരിപ്പുണ്ട്, വേണേൽ തരാമെന്ന് പറഞ്ഞു. ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഒരു പ്രത്യേക രോഗം കഴിഞ്ഞ 3 വർഷമായിട്ടുണ്ട്, അതിന് സൗഖ്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ അനേകം ചികിത്സകൾ നടത്തി, വെല്ലൂർ വരെ പോയി ചികിത്സ നടത്തി. എന്നിട്ട് ഇവൻ പറഞ്ഞു, ഇവൻ്റെ രോഗം, അതിൻ്റെ പേര് പറയുകയാണ് അൾസർ കൊളൈറ്റീസ് എന്ന് പറയുന്നൊരു രോഗം എന്ന് പറഞ്ഞു. അൾസർ കൊളൈറ്റീസ്, അൾസർ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ബാക്കിയുള്ള കൊളൈറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവൻ എന്നോട് പറയുകയാണ്, ഈ അൾസർ കൊളൈറ്റീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രോഗം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ഇന്ന് വരെ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതുള്ള വ്യക്തിക്ക് അനുഭവപ്പെടുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് എന്ത് കുടിച്ചാലും ടോയ്ലറ്റിൽ പോകണം, എന്ത് കഴിച്ചാലും, വെള്ളം കുടിച്ചാലും ടോയ്ലറ്റിൽ പോകണം. വെജിറ്റേറിയൻ സാധനം കഴിക്കാൻ പറ്റില്ല, നോൺ വെജിറ്റേറിയൻ പറ്റില്ല, പാല് പറ്റില്ല, അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ, ബിസ്ക്കറ്റ് പറ്റില്ല, എന്ത് കഴിച്ചാലും ടോയ്ലറ്റിൽ പോകണം. ഇവൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതിന് ചികിത്സ നടത്തി, പക്ഷേ ഇതിനൊരു സൗഖ്യമില്ല. വെല്ലൂർ വരെ പോയി. വെല്ലൂർ 45 വർഷം ഈ അൾസർ കൊളൈറ്റീസുമായി ബന്ധപ്പെട്ട ചികിത്സകൾ നടത്തുന്ന ഡോക്ടർ പറഞ്ഞത്, ഒരു അച്ഛൻ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഓർക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ചികിത്സാ ജീവിതത്തിൽ 45ഓളം വർഷം ചികിത്സ ചെയ്തിട്ട് ഈ രോഗത്തിന് ആരും സൗഖ്യം കിട്ടിയതായിട്ട് അദ്ദേഹത്തിന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ചികിത്സിച്ചിട്ട് ആർക്കും സൗഖ്യം കിട്ടിയിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരനോട് പറയണം, ഇതാണ് എൻ്റെ പ്രശ്നം, അതുകൊണ്ട് അച്ഛൻ തരുന്നൊരു വെള്ളം കഴിക്കാൻ പറ്റില്ല, എന്തോ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, എന്തോ പ്രത്യേകതരം ബിസ്ക്കറ്റുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു. ഇവൻ പറഞ്ഞു, കുറച്ച് ചോറും കഞ്ഞി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്, എന്ത് കഴിച്ചാലും ടോയ്ലറ്റ് അപ്പം പോകണം. ഇവനാണ് ബിസിനസ്സുകാരനാണ്, അതുകൊണ്ട് വണ്ടിയെ ഒരു യാത്ര ചെയ്യാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞത്, കൊറോണ കാലഘട്ടമാണ്, 5 പേർക്ക് പള്ളി പ്രവേശനമുള്ള സമയമാണ്, 5 പേർക്ക്. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, നിൻ്റെ ഇടവക പള്ളിയിൽ പോയി അച്ഛനോട് പറയണം, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കാൻ എന്നെ അനുവദിക്കണം. വലിയ പാരീഷാണ് ഇവൻ്റെ, ആലപ്പുഴയിലോ. അപ്പോൾ ഇവൻ പറഞ്ഞു, ചെന്നാൽ സമ്മതിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. കാരണം 5 പേര് പ്രമുഖരായിട്ട് പല ആൾക്കാരും അവിടെ കാണും, നിന്നെ അനുവദിക്കില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ഇങ്ങനെ പറയാൻ പറഞ്ഞു, അച്ഛാ ഞാൻ സങ്കീർത്തിൽ നിന്ന് കുർബാനയ്ക്ക് കുടിക്കണം, പള്ളിക്കകത്തല്ലേ ആൾക്കാരെ എണ്ണം എടുക്കാൻ പറ്റുള്ളൂ, സങ്കീർത്തിൽ നിന്നോളാം, ഞാൻ അവിടുന്ന് ഈ മൈക്കിലൂടെയുള്ള പ്രാർത്ഥന കേട്ട് അവിടെ കൂടിക്കോളാം, അത് കഴിയുമ്പോൾ കുർബാന കഴിയുമ്പോൾ അച്ഛൻ എനിക്ക് കുർബാന സ്വീകരിക്കാൻ തന്നാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛനെ അനുവദിച്ചു. അപ്പം ഇവൻ അത് മാത്രമല്ല, ജപമാല എടുത്തിട്ട് പറഞ്ഞു, ഈ ജപമാല കൊണ്ടുപോയി നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ് ഒരു ജപമാല കൊടുത്തു. ദൈവവചനം എല്ലാ ദിവസവും 1/2 മണിക്കൂർ വായിക്കാൻ പറഞ്ഞു. പരിശുദ്ധ കുർബാനയിൽ ഡെയിലി പോയി പങ്കെടുക്കാൻ പറഞ്ഞു. 3 കാര്യങ്ങൾ: ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പരിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുത്ത് കുർബാന സ്വീകരിക്കുക, 3ാമത്തെ കാര്യം ദൈവവചനം 1/2 മണിക്കൂർ വായിക്കുക. ഇത്രയും കാര്യം നീ ചെയ്താൽ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് തന്നെ ഇടപെടാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. എത്രമാത്രം വൈദ്യശാസ്ത്രത്തിൽ ഇതിന് ഉത്തരവില്ലെങ്കിലും കർത്താവ് ഇടപെടും, നീ വിശ്വസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇവനെ പ്രാർത്ഥിച്ചു വിട്ടു, ജപമാല കൊടുത്തു വിട്ടു. ഇതെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ ഫോൺ ചെയ്തിട്ട് എന്നോട് പറയുകയാണ്, അച്ഛാ 90% പ്രശ്നം അന്ന് രാത്രിയിൽ മാറി. ഹല്ലേലൂയ. 90% പ്രശ്നം അന്ന് രാത്രി തന്നെ മാറി. ഇവൻ കുറച്ച് കാര്യങ്ങൾ കഴിക്കാൻ തുടങ്ങി, ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇവൻ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, കഴിച്ചുകൊണ്ടിരുന്ന ഗുളികയുടെ എല്ലാം 1/2 ഗുളികളാക്കി മാറ്റി.
ഇത്തരം കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, അച്ഛാ, 1 മാസത്തിനുള്ളിൽ പരിപൂർണമായ ഹീലിംഗ് എനിക്ക് കർത്താവ് തന്നു. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പരിപൂർണമായ ഹീലിംഗ് കർത്താവ് തന്നു. ഇന്ന് എൻ്റെ മുറ്റത്ത് ഒരു പുതിയ ഇന്നോവ ക്രിസ്റ്റ വെറുതെ കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേലും ചോദിച്ചു. ഇവൻ എന്നോട് പറയുകയാണ്, ടോയ്ലറ്റ് ഇന്നോവയിൽ പിടിപ്പിക്കാൻ വേണ്ടി ഇവൻ ഒരു പുതിയ ഇന്നോവ മേടിച്ചു. എന്നിട്ട് ഈ കൊറോണ സമയം വന്നപ്പോൾ ഇവൻ UK നിന്ന് ഇവൻ്റെ ഒരു കസിനോട് പറഞ്ഞു, ഒരു ക്ലോസറ്റ് അവിടുന്ന് എത്രയും പെട്ടെന്ന് ഈ ഇന്നോവയെ പിടിപ്പിക്കാൻ വേണ്ടി അയച്ചു തരാൻ പറഞ്ഞു. അത് മേടിച്ച് ഈ എയർപോർട്ടിൽ കാർഗോ സർവീസിൽ ഏൽപ്പിച്ച് ആ സമയത്ത് എയർപോർട്ട് ഫ്ലൈറ്റുകൾ ക്യാൻസലായി. അപ്പോൾ UK ഈ ക്ലോസറ്റ് ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവൻ ഓസ്ട്രേലിയയിൽ ഇവൻ്റെ മറ്റൊരു കസിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നൊരു ക്ലോസറ്റ് മേടിച്ച് എത്രയും പെട്ടെന്ന് അയക്കാൻ പറഞ്ഞു. UK അയക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മേടിക്കാൻ പറഞ്ഞു. അത് മേടിച്ചു. അവരയക്കാൻ നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽഡ്. അപ്പോൾ ഇവൻ എന്നോട് പറയുക, ഒരു ക്ലോസറ്റ് ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നു, മറ്റൊരു ക്ലോസറ്റ് UK ഇരിക്കുന്നു, മുറ്റത്ത് ഇന്നോവ വെറുതെ കിടക്കുന്നു. ഇന്ന് എനിക്ക് പരിപൂർണമായ ഹീലിംഗ് കർത്താവ് തന്നു. പറഞ്ഞേ ഹല്ലേലൂയ.